വരാനിരിക്കുന്ന തദ്ദേശ ഇലക്ഷനിൽ വിജയം നേടാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ UDF തയ്യാറാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത് തെളിവ് സഹിതം പുറത്തു വന്നത്. സംസ്ഥാനത്ത് ഏകദേശം 300ഓളം ഇടങ്ങളിലാണ് UDFും ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ധാരണയുള്ളത്. ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയെ വെൽഫെയർ പാർട്ടിയുമായിട്ട് ധാരണയിലും സഖ്യത്തിലും 300ഓളം ഇടങ്ങളിലാണ് UDF സംസ്ഥാനത്ത് മത്സരിക്കാൻ പോകുന്നത്. എന്ത് വിധേനയും ജയിച്ചു തീരൂ, അതിന് ആരുടെ കാലം പിടിക്കാനും ഏത് ചെകുത്താനെ കൂടെ പിടിക്കാനും ഇപ്പോൾ UDF തയ്യാറാണ്. UDFിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പാർട്ടിയായ മുസ്ലിം ലീഗിലെ പ്രധാനപ്പെട്ട കൂട്ടമായിട്ടുള്ള സമസ്തയുടെ ശക്തമായ എതിർപ്പിനെ പോലും അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ UDF ജമാഅത്ത് ഇസ്ലാമിയായിട്ടും വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള സഖ്യവുമായിട്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ തെളിവ് സഹിതമാണ് പുറത്തു വന്നിട്ടുള്ളത്. സംസ്ഥാനത്തെ വ്യക്തമായ മത്സരിക്കുന്നവരുടെ നില പുറത്തു വന്നപ്പോഴത്തേക്കും, കണക്ക് പുറത്തു വന്നപ്പോഴത്തേക്കുമാണ് കാര്യങ്ങൾ വ്യക്തമായിട്ടുള്ളത്. 300ഓളം ഇടങ്ങളിലാണ് UDFും ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് സഖ്യമുള്ളത്. ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയെ വെൽഫെയർ പാർട്ടിയാണ് അവിടെ മത്സരിക്കുന്നത്. ചിലയിടങ്ങളിൽ പൊതു സ്വതന്ത്രനായിട്ട് അവർ മത്സരിക്കുന്നുണ്ട്. വെൽഫെയർ പാർട്ടിയുടെ ചിഹ്നം ഗ്യാസ് കുറ്റിയാണ്. ഗ്യാസ് കുറ്റി ചിഹ്നത്തിലാണ് അവർ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ളത് മലപ്പുറത്താണ്. ഏറ്റവും കൂടുതൽ സീറ്റിൽ ധാരണയായിട്ടുള്ള മലപ്പുറത്താണ് വെൽഫെയർ പാർട്ടിയുമായിട്ട്. അതുമാത്രമല്ല, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, മലപ്പുറം, എറണാകുളം, കോട്ടയം ജില്ലകളിലാണ് UDF വെൽഫെയർ പാർട്ടി ധാരണയുള്ളത്. ഇതിൽ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളത്. 30ഓളം പഞ്ചായത്തുകളിൽ മുസ്ലിം ലീഗ് സീറ്റുകൾ വെൽഫെയർ പാർട്ടിക്ക് നൽകിയാണ് ധാരണയായത്. എന്ന് വെച്ചാൽ ലീഗ് മത്സരിച്ചുകൊണ്ടിരുന്ന സീറ്റുകളാണ് ഇപ്പോൾ വെൽഫെയർ പാർട്ടിക്ക് നൽകിയത്. അവിടെയും ലീഗാണ് അടിമേടിച്ചിട്ടുള്ളത്. തെക്കൻ കേരളത്തിലോട്ടാണെങ്കിൽ ലീഗിന് കോൺഗ്രസ് സീറ്റ് കൊടുക്കുന്നില്ല. വടക്കൻ കേരളത്തിൽ ലീഗിന്റെ സീറ്റ് വെൽഫെയർ പാർട്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നാണം കെട്ടാണ് മുസ്ലിം ലീഗ് അവിടെ നിൽക്കുന്നത് എടുത്ത് തന്നെ പറയാം. അത് മാത്രമല്ല, ലീഗിന്റെ ശക്തിയായിട്ടുള്ള സമസ്ത പരസ്യമായിട്ട് നിലപാട് പറഞ്ഞു തരും. ലീഗിനെ അനുകൂലിച്ച് നിൽക്കുന്നവർ പോലെ, ലീഗിനെ അനുകൂലിച്ച് സമസ്തയ്ക്കകത്ത് നിൽക്കുന്നവർ വരെ ശക്തമായ നിലപാട് ഇതിനെതിരെ പറഞ്ഞു. ആ സമയത്താണ് വെൽഫെയർ പാർട്ടിക്ക് 30ഓളം പഞ്ചായത്തുകളിൽ വ്യക്തമായ സഖ്യം നൽകിയിട്ടുള്ളത്. അതുമാത്രമല്ല, കോഴിക്കോട് കൊടുവള്ളി നഗരസഭയിൽ 2ഉം, ചങ്ങരോത്ത് പഞ്ചായത്തിൽ കോൺഗ്രസ് ജയിച്ച സീറ്റ് ഉൾപ്പെടെ 2 സീറ്റിലാണ് ധാരണ. കൊടിയത്തൂര്, തിരുവള്ളൂര്, ആയഞ്ചേരി, വേളം തുടങ്ങിയ പഞ്ചായത്തുകളിലും വെൽഫെയർ പാർട്ടിയും UDFും ധാരണയിലുണ്ട്. വയനാട് ജില്ലയിലെ വൈങ്ങിനപ്പള്ളിയിൽ ജമാഅത്ത് ഇസ്ലാമി നേതാവ് മത്സരരംഗത്തുണ്ട്. എറണാകുളം ആലങ്കോട് ബ്ലോക്കിലും കോട്ടയം ഈരാറ്റുപേട്ട പഞ്ചായത്തിലും പരസ്യധാരണയുണ്ട്. ഭൂരിപക്ഷം വാർഡുകളിലും വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികൾ ഗ്യാസ് സിലിണ്ടർ ചിഹ്നത്തിൽ തന്നെയാണ് മത്സരിക്കുന്നതെങ്കിലും കോൺഗ്രസ് സ്വാധീനമുള്ള വാർഡുകളിൽ ചിലയിടങ്ങളിൽ എതിർപ്പ് ഉയർന്നതോടെ ഇത് മറികടക്കാൻ പേരും ചിഹ്നവും ഉപേക്ഷിച്ചു. പകരം UDF പിന്തുണയോടെ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് രംഗത്തിറക്കുന്നത്. വടകര നഗരസഭയിലെ 18ാം വാർഡിൽ മത്സരരംഗത്തുള്ളത് വെൽഫെയർ പാർട്ടിയുടെ വനിതാ സംഘടനയായ വുമൺ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫൗസിയ ആരിഫാണ്. UDF RMPI സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മൊബൈൽ ഫോൺ ചിഹ്നത്തിലാണ് മത്സരം. UDFുമായി ധാരണയിലെത്താൻ കഴിയാത്ത തനിച്ച് മത്സരിക്കുന്ന ഇടങ്ങളുമുണ്ട്. അതിന്റെ ശ്രദ്ധേയമായ കാര്യമാണ്, UDFിനെതിരെയും അവർ മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ 3 തവണ UDF സഖ്യം മത്സരിച്ച് 3 വാർഡുകളിൽ വെൽഫെയർ പാർട്ടി ജയിച്ച മുക്കം നഗരസഭയിൽ ഇത്തവണ ധാരണയില്ല. ഇത് വെച്ച് UDFിനെതിരെയും അവർ മത്സരിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ ലീഗ് സിറ്റി സീറ്റുകൾ പലതും വെൽഫെയർ പാർട്ടിക്ക് നൽകിയതിനെ പാർട്ടി പ്രവർത്തകർ തന്നെ ശക്തമായ എതിർപ്പ് ഉയർന്നിട്ടുണ്ട്. സാധാരണ ലീഗ് തങ്ങളുടെ സീറ്റ് അങ്ങനെ ആരും കൊടുക്കാറില്ല. എന്നാൽ ഇവിടെ വെൽഫെയർ പാർട്ടിക്ക് സീറ്റ് നൽകിയിരിക്കുകയാണ്. അത് പാർട്ടി പ്രവർത്തകർക്ക് തന്നെ, ലീഗിന്റെ സാധാരണ പ്രവർത്തകർക്ക് തന്നെ ശക്തമായ എതിർപ്പുണ്ട്, ശക്തമായ പ്രതിഷേധവുമുണ്ട്. അതുമാത്രമല്ല, സമസ്തയുടെ നേതാക്കളും പരസ്യമായി തങ്ങളുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. പ്രാദേശിക നീക്കുപോക്കുകളാണെന്ന് പറഞ്ഞ് അതിന്റെ ഇമ്പാക്റ്റിനെ കുറച്ചും കാണിക്കാൻ ലീഗിന്റെ നേതാക്കൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, സഖ്യമില്ല, നീക്കുപോക്ക് മാത്രമാണെന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷേ സാധാരണ പ്രവർത്തകർ അങ്ങനെ വിശ്വസിക്കുന്നില്ല. മാത്രമല്ല, സമസ്ത എന്ത് വിധേന ജമാഅത്ത് ഇസ്ലാമിയെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നാട് കടത്തണമെന്ന് നിലപാടെടുത്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ലീഗ് പോയിട്ട് ജമാഅത്ത് ഇസ്ലാമിയായിട്ട് നീക്കുപോക്കിന് തയ്യാറായിരിക്കുന്നത്. അതിന് ശക്തമായ എതിർപ്പ് സമസ്തയ്ക്കുമുണ്ട്. മാത്രമല്ല, മുഖ്യധാര ചർച്ചയാകാതെ ഇടതുപക്ഷമായി കൊടുത്ത പഴയ തെരഞ്ഞെടുപ്പ് ശൈലിയല്ല ഇത്തവണത്തേത്. നേരത്തെ 2011 കാലത്ത് ഇടതുപക്ഷമായി ഒരു നീക്കുപോക്ക് ഉണ്ടായിരുന്ന ആരോപണമുണ്ട്. പക്ഷെ അതുപോലെയല്ല, ഇപ്പോൾ പരസ്യമായിട്ട് UDFിന്റെ സ്ഥാനാർത്ഥികളായിട്ട് അവർ മത്സരിക്കുകയാണ്. അത് മാത്രമല്ല, UDFിനകത്ത് പ്രശ്നമുള്ളിടത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ, കോൺഗ്രസിന്റെ പ്രവർത്തകർ പ്രശ്നമുണ്ടാക്കിയെടുത്ത് അവർ പൊതു സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയാണ്. വളരെ നിർണായകമായ നീക്കമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ UDFിനകത്ത് തന്നെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ലീഗിന് വരാനിരിക്കുന്ന ഇലക്ഷനിൽ ഈ തിരിച്ചടിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാര്യം ഇങ്ങനത്തെ ഒരു നീക്കുപോക്കിനെ ഭാവിയിലേക്ക് പോലും സമസ്ത പ്രോത്സാഹിപ്പിക്കുന്നില്ല. അവർക്ക് ഇതിൽ ശക്തമായ എതിർപ്പുണ്ട്. അതുകൊണ്ട് തന്നെ വോട്ട് മറിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പണ്ടത്തെ പോലെയല്ല, 2024 ലോക്സഭ ഇലക്ഷന് മുൻപായിട്ട് സമസ്തയും ലീഗും തമ്മിൽ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ പോലും ആ സമയത്ത് അവർക്കൊരു പൊതുവായിട്ടൊരു എതിരാളി ഉണ്ടായിരുന്നു. അത് CPM ആയിരുന്നു. CPM എങ്ങനെ തോപ്പിക്കാന്ന് നീക്കം മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാര്യം അങ്ങനെയല്ല. ജമാഅത്ത് ഇസ്ലാമി ജയിപ്പിച്ചു കഴിഞ്ഞാൽ ഒട്ടക്കത്തിൽ സ്ഥലം കൊടുക്കുന്ന പോലെ ആയിരിക്കും അവർക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇസ്ലാമി അനുകൂലമായ നിലപാടെടുത്തു കഴിഞ്ഞാൽ ശക്തമായ തിരിച്ചടി കിട്ടുമെന്ന് കാണിക്കാൻ വേണ്ടിയെങ്കിലും അവർ നിലപാട് കാണിക്കേണ്ടി വരും. അങ്ങനെ സമസ്ത ചെയ്തില്ലെങ്കിൽ സമസ്തയുടെ അവസാനം അവിടെ നിന്നായിരിക്കും ആരംഭിക്കാൻ പോകുന്നത്.
കാര്യം സമസ്ത കേരളയ്ക്ക് വ്യക്തമായ നിലപാടുണ്ട്. അതിന് ഘടകവിരുദ്ധമായ നിലപാടാണ് എപ്പോഴും ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും എടുത്തിട്ടുള്ളത്. ഈ സമയത്ത് ലീഗും വെൽഫെയർ പാർട്ടിയും ഒരു സഖ്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ആ സമയത്ത് ലീഗിനെതിരെ നിലപാട് സമസ്ത എടുത്തില്ലെങ്കിൽ സമസ്തയുടെ അന്ത്യം, സമസ്ത എന്ന സംഘടനയുടെ തകർച്ച ആരംഭിക്കാൻ പോകുന്ന അവിടെ നിന്നായിരിക്കും. അത് അവർ വ്യക്തമായിട്ട് അവർക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു നീക്കമായിരിക്കും ഇപ്പോൾ നടക്കാൻ പോകുന്നത്. വരാനിരിക്കുന്ന തദ്ദേശ ഇലക്ഷനിൽ വലിയ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അത് മാത്രമല്ല, ഈ സഖ്യം എങ്ങനെയായിരിക്കും UDF തിരിച്ചടിയാകുമോ അതോ UDF അനുകൂലമായ തരംഗം ഉണ്ടാക്കുന്ന കാര്യം കൂടി പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ രസകരമായ ഒരു ഇലക്ഷനുമാണ് മലബാറിൽ ഇത്തവണ വരാൻ പോകുന്നത്.